ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ടോക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിന്റെ ഓണം എക്സാം ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇവിടെ നിങ്ങൾ ആക്ടിവിറ്റി 1ഉം 2ഉം 3ഉം അറ്റൻഡ് ചെയ്യൽ നിർബന്ധമാണ്. 5th ആക്ടിവിറ്റിയിലും 4th ആക്ടിവിറ്റിയിലും നിങ്ങൾക്ക് ഏതാണോ അറിയുന്നത് അത് മാത്രം ആൻസർ ചെയ്താൽ മതി. ആക്ടിവിറ്റി 1 ടീച്ചർ നിങ്ങൾക്കൊരു പാസേജ് വായിച്ചു തരും, അതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്താനാണ്. സോ നമുക്ക് ആക്ടിവിറ്റി 2 എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 2 റീഡ് ആൻഡ് റൈറ്റ്. താഴെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, ഒരു സ്റ്റോറിയാണ് തന്നിട്ടുള്ളത്. അത് വായിച്ചിട്ട് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ ഈ സ്റ്റോറി ശ്രദ്ധിച്ച് വായിക്കുക, ഒരിക്കലും മാർക്ക് മിസ് ഔട്ട് ആയി പോകരുത്. കാരണം ക്വസ്റ്റ്യന്റെ ആൻസർ ഈ പാസേജിൽ, ഈ സ്റ്റോറിയിൽ തന്നെ ഉണ്ടാവും, എടുത്ത് എഴുതിയാലും മാത്രം മതി. ദിൽന ആൻഡ് ഐസക് വെർ പ്ലേയിങ് ഔട്ട്സൈഡ് ഹാപ്പിലി. ദിൽനയും ഐസക്കും പുറത്ത് സന്തോഷത്തോടെ കളിക്കുകയായിരുന്നു. സഡൻലി ദിൽന സ്റ്റോപ്ഡ്. പെട്ടെന്ന് ദിൽന നിർത്തി. ഓ, ഐ ലോസ്റ്റ് വൺ ഓഫ് മൈ സ്ലിപ്പേഴ്സ്, ദിൽന ഷൗട്ടഡ്. ഓ, എന്റെ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടു. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു. ദിൽന വിളിച്ചു പറഞ്ഞു. ഷൗട്ടഡ് എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുക, ഉറക്കെ പറയുക എന്നൊക്കെയാണ്. They looked under the bench, near the swing and everywhere. അവർ ബെഞ്ചിന്റെ അടിയിലും ഊനാലിന്റെ അടുത്തും എല്ലായിടത്തും നോക്കി. എവ്രിവർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും, സ്വിംഗ് എന്ന് പറഞ്ഞാൽ ഊനാല്. നോ സ്ലിപ്പർ, ചെരുപ്പ് എവിടെയും കണ്ടില്ല. സഡൻലി ദേ ഹിയർഡ് വൂഫ്, ഇറ്റ് വാസ് നൈബേഴ്സ് പപ്പി. പെട്ടെന്ന് അവർ വൂഫ് എന്ന ശബ്ദം കേട്ടു. സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അത് അവരുടെ അയൽവാസിയുടെ നായ്ക്കുട്ടിയായിരുന്നു. നൈബർ എന്ന് പറഞ്ഞാല് അയൽവാസി. ഇറ്റ് ഹാഡ് ദ സ്ലിപ്പർ ഇൻ ഇറ്റ്സ് മൗത്ത്. അതിന്റെ വായിൽ ദിൽനയുടെ ചെരുപ്പുണ്ടായിരുന്നു. കം ഹിയർ പപ്പി, സെഡ് ഐസക്. ഇങ്ങോട്ട് വാ പപ്പിക്കുട്ടി എന്ന് ഐസക് പറഞ്ഞു. ദ പപ്പി റാൻ ടു ദം. പപ്പിക്കുട്ടി അവരുടെ അടുത്തേക്ക് ഓടി വന്നു. ഇറ്റ് ഡ്രോപ്ഡ് ദ സ്ലിപ്പർ ഡൗൺ. അത് ചെരുപ്പ് താഴെയിട്ടു. ഇറ്റ് ഡ്രോപ്ഡ് എന്ന് പറഞ്ഞാൽ താഴെയിട്ടു. സില്ലി പപ്പി, ദിൽന സെഡ്. ദേ ഗേവ് ഇറ്റ് എ ബിസ്ക്കറ്റ്. ദ പപ്പി വാഗ്ഡ് ഇറ്റ്സ് ടെയിൽ. പട്ടിക്കുട്ടി വാല് ആട്ടിക്കൊണ്ടിരുന്നു. ജസ്റ്റ് ദെൻ ഇറ്റ് റാൻ ഓഫ് അഗെയിൻ. അപ്പോഴേക്കും അത് വീണ്ടും ഓടിപ്പോയി. വേർ ഇസ് ഇറ്റ് ഗോയിങ് നൗ, ആസ്ക്ഡ് ഐസക്. ഇപ്പോൾ അത് എവിടേക്കാണ് പോകുന്നത് എന്ന് ഐസക് ചോദിച്ചു. ദേ ഫോളോഡ് ദി പപ്പി. അവർ പട്ടിക്കുട്ടിയുടെ പിന്നാലെ പോയി. ഇറ്റ് സ്റ്റോപ്ഡ് നിയർ എ ബുഷ്. അതൊരു കുറ്റിച്ചെടിയുടെ അടുത്ത് നിന്നു. ബുഷ് എന്ന് പറഞ്ഞാൽ ഒരു കുറ്റിച്ചെടിയാണ്. ഇൻസൈഡ് ദേ സോ ഐസക്സ് ടോയ് കാർ. അതിനുള്ളിൽ ഐസക്കിന്റെ കാർ ഉണ്ടായിരുന്നു. മൈ റെഡ് കാർ, ഐ ലോസ്റ്റ് ഇറ്റ് ലാസ്റ്റ് വീക്ക്, സെഡ് ഐസക്. എന്റെ ചുവന്ന കാർ കഴിഞ്ഞ ആഴ്ച എനിക്കിത് കാണാതായതാണ് എന്ന് ഐസക് പറഞ്ഞു. ദ പപ്പി ഫൗണ്ട് ദാറ്റ് ടു, സെഡ് ദിൽന. പട്ടിക്കുട്ടി അതും കണ്ടെത്തിയല്ലോ എന്ന് ദിൽന പറഞ്ഞു. ഫൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടെത്തി. മം കെയിം ഔട്ട്സൈഡ്. അമ്മ പുറത്തേക്ക് വന്നു. വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചത്? ഐ ഫൗണ്ട് മൈ സ്ലിപ്പർ, സെഡ് ദിൽന. എന്റെ ചെരുപ്പ് എനിക്ക് കിട്ടി എന്ന് ദിൽന പറഞ്ഞു. ആൻഡ് മൈ ടോയ് കാർ ടു, സെഡ് ഐസക്. എന്റെ കാറും കിട്ടി എന്ന് ഐസക് പറഞ്ഞു. ഐസക്സ് ടോയ് കാർ ഈസ് ഇൻ ഡാഷ് കളർ. ഐസക്കിന്റെ കാറിന്റെ നിറം ഏതാണ്? റെഡ് ആയിരുന്നു. പിക്ക് ഔട്ട് ദി വേർഡ് ഫ്രം ദി സ്റ്റോറി ദാറ്റ് മീൻസ് യങ് വൺ ഓഫ് എ ഡോഗ്. നായുടെ കുഞ്ഞ് എന്ന അർത്ഥമുള്ള വാക്ക് കഥയിൽ നിന്ന് കണ്ടെത്തുക. എന്താണ്? പപ്പിയാണ്. പപ്പി എന്ന് പറഞ്ഞാലാണ് നായ്ക്കുട്ടി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നിങ്ങൾ ഇതിൽ ഒക്കെ ഫുൾ മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു പാസേജ് ആയിരുന്നു. ആക്ടിവിറ്റി 3 എന്താണെന്ന് നോക്കാം. കോൺവെർസേഷൻ ആണ്. ഡ്യൂറിംഗ് സമ്മർ വെക്കേഷൻ ദിൽന വെന്റ് ടു ഹെർ ഗ്രാൻഡ്മാസ് ഹൗസ്. ഗ്രാൻഡ്മ വാംലി വെൽക്കംഡ് ഹെർ. ഷി മെയ്ഡ് പായസം ഫോർ ദിൽന. സമ്മർ വെക്കേഷനിൽ ദിൽന അവളുടെ ഗ്രാൻഡ്മയുടെ വീട്ടിലേക്ക് പോയിക്കാണ്. അപ്പൊ ഗ്രാൻഡ്മ അവളുടെ സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് പായസവും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. താഴെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ തന്നിട്ടുണ്ട്, നമ്മളത് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. ഫസ്റ്റ് ഗ്രാൻഡ് പറയാണ്, ദിൽന കം ഹിയർ. ദിൽന വരൂ. ദിൽന, ഈസ് ദർ എനിത്തിങ് സ്പെഷ്യൽ ഗ്രാൻഡ്മ? ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഗ്രാൻഡ്മ, യെസ്. നമുക്ക് അവിടെ എന്ത് ചോദിക്കാം? യെസ്, ഐ മെയ്ഡ് പായസം ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? അതിനുശേഷം ദിൽന പറയാണ്, യു നോ ഐ ലൈക്ക് പായസം. ദിൽനയുടെ മറുപടി ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഐ മെയ്ഡ് പായസം ഫോർ യു എന്ന് ഗ്രാൻഡ്മ പറയുന്നിടത്ത് എഴുതി കൊടുക്കാം. അതിനുശേഷം ഗ്രാൻഡ്മ, ഹാവ് ഇറ്റ് മൈ ഡിയർ ആൻഡ് ടെൽ മീ ഹൗ ഇറ്റ് ടേസ്റ്റ്സ്. അപ്പൊ ദിൽനക്ക് എന്ത് പറയാം? ഗ്രാൻഡ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാവ് ഇറ്റ്, കഴിച്ചു മൈ ഡിയർ. ടെൽ മീ ഹൗ ഇറ്റ് ടേസ്റ്റ്സ്, എന്താണ് ഇതിന്റെ രുചി എന്നാണ് ഗ്രാൻഡ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ദിൽനക്ക് പറയാം, ഇറ്റ് ഈസ് വെരി ടേസ്റ്റി ഗ്രാൻഡ്മ. ഇതിന് നല്ല രുചിയുണ്ട് ഗ്രാൻഡ്മ. അടുത്തത് ഗ്രാൻഡ്മ, ഐ വിൽ മേക്ക് ഓൺലി ദ ബെസ്റ്റ് ഫോർ മൈ ലിറ്റിൽ പ്രിൻസസ്. അതിനുശേഷം ദിൽന വില്യു എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. ഒരു ക്വസ്റ്റ്യനും ആണ് അല്ലെ. വില്യു എന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ ദിൽന ചോദിക്കേണ്ടത്. എന്ത് ചോദിക്കാം?
വിൽ യു മേക്ക് പായസം ഫോർ മീ അഗെയിൻ? എനിക്ക് വേണ്ടിയിട്ട് വീണ്ടും മുത്തശ്ശി പായസം ഉണ്ടാക്കി തരുമോ? അപ്പൊ ഗ്രാൻഡ്മ പറയാണ് ഓഫ് കോഴ്സ് ഡിയർ, തീർച്ചയായും. ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും. ഈ വേർഡൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക, നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. അതിനുശേഷം ദിൽന താങ്ക് യു ഗ്രാൻഡ്മ. അപ്പൊ ഇങ്ങനെ ആ ഒരു കോൺവെർസേഷൻ നമുക്ക് എഴുതി തീർക്കാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്, ഡയറി ആണ് വരുന്നത്. ദിൽന വെന്റ് ടു സീ ദ വില്ലേജ് സൈറ്റ്സ് വിത്ത് ഹെർ ഗ്രാൻഡ്മ. ദിൽന അവളുടെ മുത്തശ്ശിയുടെ കൂടെ വില്ലേജിലുള്ള ഗ്രാമത്തിലുള്ള കാഴ്ചകൾ കാണാൻ ഇറങ്ങി. ഗ്രാൻഡ്മ ടുക്ക് ഹെർ ടു നിയർ ബൈ പാഡി ഫീൽഡ്സ്, പോണ്ട് ആൻഡ് ഹിൽസ്. ഗ്രാൻഡ്മ അവളെ പാഡി ഫീൽഡ്, വയലിലും പോണ്ടിലും കുന്നിലൊക്കെ കൊണ്ടുപോയി. ഷീ എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് ദി വില്ലേജ്. അവൾ ആ ഒരു വില്ലേജിന്റെ ഭംഗി നന്നായിട്ട് തന്നെ ആസ്വദിച്ചു. ഇൻ ദ നൈറ്റ്, രാത്രിയിൽ ഗ്രാൻഡ്മ ടോൾഡ് ഹെർ മെനി സ്റ്റോറീസ്. ഗ്രാൻഡ്മ അവൾക്ക് പല കഥകളും പറഞ്ഞു കൊടുത്തു. ദിൽന റീച്ച്ഡ് ബാക്ക് ഹോം ആഫ്റ്റർ സ്പെൻഡിങ് ഹോളിഡേയ്സ് വിത്ത് ഗ്രാൻഡ്മ. അങ്ങനെ ഗ്രാൻഡ്മയുടെ കൂടെ ഹോളിഡേ ആസ്വദിച്ചതിനു ശേഷം ദിൽന വീട്ടിൽ തിരിച്ചെത്താണ്. ഷീ വാസ് വെരി മച്ച് ത്രിൽഡ്. ഷീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഹെർ എക്സ്പീരിയൻസ് ഇൻ ഹെർ ഡയറി. ഗ്രാൻഡ്മയുടെ വില്ലേജിൽ ഉണ്ടായിരുന്ന അവളുടെ ആ ഒരു നല്ല അനുഭവങ്ങളൊക്കെ അവൾ അവളുടെ ഡയറിയിൽ എഴുതുകയാണ്. സോ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം? ഡയറിയുടെ ഫോർമാറ്റ് എന്തായിരുന്നു? ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഡേറ്റും ഡേ എന്നും എഴുതി കൊടുക്കാം. അതിനുശേഷം ഡിയർ ഡയറി എന്ന് പറഞ്ഞ് കോമ ഇട്ടുകൊണ്ട് നമുക്ക് ഡയറി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടൈപ്പിലാണ് എഴുതേണ്ടത്. അതിനുശേഷം ദിൽന എഴുതുകയാണ് ടുഡേ വാസ് എ വെരി ഹാപ്പി ഡേ. നമ്മൾ ദിൽനയുടെ ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ ദിൽന ആയിട്ട് വേണം ഡയറി എഴുതാൻ. ഇന്ന് എനിക്ക് നല്ലൊരു ദിവസമായിരുന്നു. ഐ കെയിം ബാക്ക് ഹോം ആഫ്റ്റർ സ്പെൻഡിങ് മൈ ഹോളിഡേയ്സ് വിത്ത് മൈ ഗ്രാൻഡ്മ. ഞാൻ ഇന്ന് മുത്തശ്ശിയുടെ കൂടെ എന്റെ ഹോളിഡേ ചിലവഴിച്ചതിന് ശേഷം ഇന്ന് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഐ എൻജോയ് ദി ബ്യൂട്ടിഫുൾ വില്ലേജ് സൈറ്റ്സ് വിത്ത് ഹെർ. ഇത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് ഈ ഒരു സെന്റൻസ്. നമുക്ക് അതന്നെ എടുത്ത് എഴുതാം. വില്ലേജിലെ കാഴ്ചകളൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. വി വിസിറ്റഡ് ദ പാഡി ഫീൽഡ്സ്. അതിനുശേഷം അവള് പറയാണ് അവൾ എവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. വയലുകൾ കണ്ടു, അതേപോലെ പോണ്ട് ആൻഡ് ഹിൽസ്, ഇവിടെയൊക്കെ അവർ പോയിട്ടുണ്ടായിരുന്നു. ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അറ്റ് നൈറ്റ് ഗ്രാൻഡ്മ ടോൾഡ് മീ മെനി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. രാത്രിയിൽ അമ്മ മുത്തശ്ശി എനിക്ക് ഒരുപാട് കഥകളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഐ എൻജോയ്ഡ് മൈ ഹോളിഡേയ്സ് വെരി മച്ച്. ഞാൻ എൻ്റെ ഹോളിഡേ നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചു. ഐ വിൽ ഓൾവേസ് റിമെമ്പർ ദിസ് ഹാപ്പി ഡേ. ഞാൻ ഈ ദിവസം എന്നും ഓർക്കും. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് നല്ലൊരു ദിവസമാണെങ്കിൽ ടുഡേ വാസ് എ ഹാപ്പി ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറി സ്റ്റാർട്ട് ചെയ്യാം. അതോടൊപ്പം ഐ വിൽ ഓൾവേസ് റിമെമ്പർ ദിസ് ഹാപ്പി ഡേ എന്നും നമുക്ക് എഴുതാവുന്നതാണ്. നമ്മൾ എഴുതുന്ന സമയത്ത് ഐ വിസിറ്റഡ്, ഐ എൻജോയ്ഡ്, ഈ ഒരു രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. കാരണം ഒക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഡയറിയിൽ എഴുതുക. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഡയറി എഴുതുന്നത് ഒരു നല്ല ദിവസത്തിനെ പറ്റിയാണെങ്കിൽ ആ ഡയറിയിൽ നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം? നിങ്ങളുടെ ഡയറി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ടുഡേ വാസ് എ വെരി ഹാപ്പി ഡേ എന്ന് പറഞ്ഞങ്ങാട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഐ വാസ് വെരി ഹാപ്പി ടുഡേ, ഐ ഹാഡ് എ വണ്ടർഫുൾ ഡേ, ഐ എൻജോയ്ഡ് ദ ഡേ വെരി മച്ച്. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഡയറിയിൽ എഴുതി കൊടുക്കാം. ഒരു ഹാപ്പി നല്ലൊരു ദിവസമാണെങ്കിൽ. എന്നാൽ നിങ്ങളുടെ ആ ദിവസം ഒരു മോശപ്പെട്ട ദിവസമാണെങ്കിലോ, നിങ്ങളുടെ സങ്കടത്തെ പറ്റിയാണ് നിങ്ങൾ ഡയറിയിൽ എഴുതാൻ പോകുന്നതെങ്കിൽ ടുഡേ വാസ് എ സാഡ് ഡേ, ഇന്ന് ഒരു മോശപ്പെട്ട ദിവസമായിരുന്നു എന്ന് പറഞ്ഞങ്ങാട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഐ വാസ് നോട്ട് ഹാപ്പി ടുഡേ എന്ന് എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ ഐ ഹാഡ് എ ബാഡ് ഡേ എന്ന് എഴുതി കൊടുക്കാം. ഐ ഫെൽറ്റ് വെരി സാഡ് ടുഡേ എന്ന് എഴുതി കൊടുക്കാം. ഐ കുഡ് നോട്ട് എൻജോയ് ദ ഡേ, ഈ ദിവസം എനിക്ക് തീരെ ആസ്വദിക്കാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നല്ല എന്ന് എഴുതി കൊടുക്കാം. അതോടൊപ്പം നിങ്ങളുടെ ഡയറി എഴുതി തീർക്കുന്ന സമയത്ത് ലാസ്റ്റ് ഏത് ഡയറി ആണെങ്കിലും, ഹാപ്പി ഡേ ആണെങ്കിലും അല്ലെങ്കിൽ സാഡ് ഡേ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് എഴുതി കൊടുക്കാം? രണ്ട് ഡയറിയും എൻഡ് ചെയ്യുന്ന സമയത്ത് ഐ വിൽ ഓൾവേസ് റിമെമ്പർ ദിസ് ഡേ, ഞാൻ ഈ ദിവസം എന്നും ഓർക്കുന്നു നമുക്ക് എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ ഇറ്റ് വാസ് എ മെമ്മറബിൾ ഡേ ഫോർ മീ, എനിക്ക് എന്നും ഓർക്കാൻ പറ്റിയൊരു ദിവസമായിരുന്നു ഇന്നെന്നും എഴുതി കൊടുക്കാം. ഇത് രണ്ട് ഡയറിയും എൻഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നടുവിലോ എഴുതി കൊടുക്കാവുന്നതാണ്. നമുക്ക് എൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി 4B ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബുക്ക് ഫെയർ. സ്കൂളിൽ ഒരു ബുക്ക് ഫെയർ കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ദേ ഇൻവൈറ്റഡ് ദി മുനിസിപ്പൽ
ചെയർപേഴ്സൺ ടു ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ. അപ്പൊ ആരാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്? ഇത് ഇമ്പോർട്ടന്റ് ആണ്. അവർ മുനിസിപ്പൽ ചെയർപേഴ്സണെയാണ് ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ദിൽന ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഹാവ് ടു പ്രിപ്പയർ ദ നോട്ടീസ്. ദിൽനയും അവരുടെ ഫ്രണ്ട്സും നോട്ടീസ് തയ്യാറാക്കാൻ പോവാണ്. അപ്പൊ നമ്മളുടെ ആ ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. വെനു തന്നിട്ടുണ്ട്. വെനു എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്, പ്ലേസ് ആണ്. വെനു എന്ന് പറഞ്ഞാൽ പ്ലേസ് ആണ്. സ്കൂൾ ഓഡിറ്റോറിയം ആണ്. ഡേറ്റ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. ചീഫ് ഗസ്റ്റ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണെന്നും തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു നോട്ടീസിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഫുൾ മാർക്ക് വാങ്ങിയിരിക്കണം. അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. ഫസ്റ്റ് നോട്ടീസ് എന്ന് സെന്ററിലേക്ക്, ഇതിൽ സൈഡിലേക്കായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ സെന്ററിലേക്ക് നോട്ടീസ് എന്ന് വലുതാക്കിയിട്ട് എഴുതുക. അതിനുശേഷം നമ്മളുടെ പരിപാടി എന്താണെന്ന് എഴുതി കൊടുക്കുക. നമുക്ക് ഇവിടെ ബുക്ക് ഫെയർ ആണ്. നമ്മുടെ ടോപ്പിക് ഇവിടെ എന്താണ്? ബുക്ക് ഫെയർ ആണ്. അത് ഹെഡിങ് ആക്കിയിട്ട് നോട്ടീസിന്റെ നേരെ താഴെ വലുതാക്കിയിട്ട് തന്നെ എഴുതി കൊടുക്കാം. അതിന്റെ അടിയിൽ GLPS ശ്രീപുരം എന്നാണ് എഴുതി കൊടുക്കുന്നത്. അത് സ്കൂളിന്റെ നെയിമാണ്. സ്കൂളിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സ്കൂളിന്റെ നെയിമാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്കൂളിന്റെ നെയിം അവിടെ എഴുതി കൊടുക്കാം. നിങ്ങളുടെ സ്കൂളിന്റെ നെയിമും അവിടെ എഴുതി കൊടുക്കാം. അതിന്റെ അടിയിൽ നമ്മൾ ഡേറ്റ് ആണ് എഴുതുന്നത്. ഡേറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. ഓൺ 3rd September 2025 എന്ന് എഴുതി കൊടുക്കാം. അതിന്റെ അടിയിൽ at 10 AM ടൈം ആണ് എഴുതി കൊടുക്കുന്നത്. അതിന്റെ അടിയിൽ വെനു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്ലേസ് ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വെനും തന്നിട്ടുണ്ട്. വെനു സ്കൂൾ ഓഡിറ്റോറിയം ആണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ എഴുതി കൊടുക്കുക. ഈ ഒരു ഫോർമാറ്റിൽ തന്നെ നോട്ടീസ് എഴുതണം, എങ്കിലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. അതിനുശേഷം ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഡിയർ ഫ്രണ്ട്സ് എന്ന് കോമ ഇട്ടുകൊണ്ട് നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് പോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. We are happy to invite you to our book fair. നിങ്ങളെ ഞങ്ങളുടെ ബുക്ക് ഫെയറിലേക്ക് ക്ഷണിക്കുന്നതിൽ ഹാപ്പിയാണ്. ഇതും എല്ലാ നോട്ടീസിലും സെയിം ആയിരിക്കും. നമ്മൾ എവിടെ മാറ്റി കൊടുത്താൽ മതി? ബുക്ക് ഫെയർ എന്നുള്ളിടത്ത് മാറ്റി കൊടുത്താൽ മതി. നമുക്ക് ബുക്ക് ഫെയറിന്റെ ടോപ്പിക് ആയിരിക്കില്ല തരിക. അവിടെ നമുക്ക് എന്താണോ പരിപാടി അത് എഴുതി കൊടുത്താൽ മതിയാവും. We are happy to invite you to our, അത് സെയിം ആയിരിക്കും. സോ നിങ്ങൾ ആ സെന്റൻസ് പഠിച്ചു വെക്കുക. അതിനുശേഷം ദ ബുക്ക് ഫെയർ വിൽ ബി ഇനാഗ്രേറ്റഡ് ബൈ ദി മുനിസിപ്പൽ ചെയർപേഴ്സൺ. ആരാണ് ഈ ബുക്ക് ഫെയർ ഉദ്ഘാടനം ചെയ്യുന്നത്, ഇനാഗ്രേറ്റ് ചെയ്യുന്നത്? മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ്. ഇത് നിങ്ങൾ ആ ഒരു മുനിസിപ്പൽ ചെയർപേഴ്സന്റെ സ്ഥാനത്തും ബുക്ക് ഫെയറിന്റെ സ്ഥാനത്തും നെയിം മാറ്റി കൊടുത്താൽ മതിയാവും. നമുക്ക് എന്താണോ ടോപ്പിക് തന്നിട്ടുള്ളത് അത് വിൽ ബി ഇനാഗ്രേറ്റഡ് ബൈ ദി, അത് സെയിം ആയിരിക്കും. വിൽ ബി ഇനാഗ്രേറ്റഡ് ബൈ ദി എന്നുള്ളത് സെയിം ആയിരിക്കും. നെക്സ്റ്റ് ഓൾ ആർ വെൽക്കം ടു ദി പ്രോഗ്രാം. ഇതും എല്ലാ നോട്ടീസിലും എഴുതി കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളെ നമ്മൾ സെന്റൻസ് ആക്കിയിട്ട് എഴുതാനുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം, ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ഡേറ്റ് എഴുതി കൊടുക്കുക. ഡേറ്റ് എത്രയാണ് തന്നിട്ടുള്ളത് അത് എഴുതി കൊടുക്കാം. അതിനടിയിൽ നിങ്ങളുടെ സ്കൂളിന്റെ നെയിം എഴുതി കൊടുക്കുക. കാരണം ഇത് സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, അതുകൊണ്ടാണ് സ്കൂളിന്റെ നെയിം എഴുതുന്നത്. റൈറ്റ് സൈഡിൽ, ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിലാണ് ഹെഡ് മാസ്റ്ററിനും സ്കൂളിന്റെ നെയിമും എഴുതി കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നമ്മുടെ നോട്ടീസ് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നുകൂടിയും പറയാം. ഫസ്റ്റ് തന്നെ സെന്ററിൽ വലുതാക്കി നോട്ടീസ് എന്ന് എഴുതുന്നു. അതിന്റെ അടിയിൽ നമ്മുടെ ടോപ്പിക് ഹെഡിങ് എന്താണോ എഴുതാൻ ആഗ്രഹിക്കുന്നത് അത് എഴുതുന്നു. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതാണ് എഴുതേണ്ടത്. ഇത് സ്കൂളിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മൾ സ്കൂളിന്റെ നെയിം എഴുതി കൊടുക്കുന്നു. അതിന്റെ അടിയിൽ ഡേറ്റും ടൈമും എഴുതി കൊടുക്കുന്നു. അതിന്റെ അടിയിൽ നമ്മൾ വെനു എന്ന് പറഞ്ഞു കാണിട്ട് സ്കൂൾ ഓഡിറ്റോറിയം, ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വെനു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. സോ നമ്മൾ വെനു എന്നുള്ളിടത്ത് സ്കൂൾ ഓഡിറ്റോറിയം എന്താണോ തന്നിട്ടുള്ളത് അതും എഴുതി കൊടുക്കുക. എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്? നെക്സ്റ്റ് ഡിയർ ഫ്രണ്ട്സ് കോമ ഇട്ടിട്ടാണ് തുടങ്ങേണ്ടത്. നെക്സ്റ്റ് എന്നിട്ട് വി ആർ ഹാപ്പി ടു ഇൻവൈറ്റ് യു, അത് എല്ലാ നോട്ടീസിലും സെയിം സെന്റൻസ് ആയിരിക്കും. എന്നിട്ട് നമ്മുടെ പരിപാടി എന്താണോ അത് എഴുതി കൊടുക്കുക. അതിനുശേഷം ഇനാഗ്രേഷൻ ആരാണെന്ന് എഴുതി കൊടുക്കുക. ഓൾ ആർ വെൽക്കം ടു ദി പ്രോഗ്രാം എന്ന് എഴുതി കൊടുക്കുക. ഇനി അടിയിൽ ഇടത് സൈഡിൽ ഡേറ്റും പ്ലേസും എഴുതി കൊടുക്കുക. റൈറ്റ് സൈഡിൽ നമ്മളുടെ ഹെഡ് മാസ്റ്റർ, സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ നെയിമും നിങ്ങളുടെ സ്കൂളിന്റെ നെയിമും എഴുതി കൊടുക്കുക. ഇതാണ് നോട്ടീസിന്റെ ഫോർമാറ്റ്. ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ഡിസ്ക്രൈബ് ദി ഇവന്റ്സ്. താഴെ തന്നിട്ടുള്ള ഇവന്റ്സ് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ ചിത്രം നോക്കുക, നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ സെന്റൻസ് ആക്കിയിട്ട് എഴുതി കൊടുക്കുക. ഫസ്റ്റത്തെ പിക്ചറിൽ എന്താണ് കാണുന്നത്? ഒരു കുട്ടിയും അമ്മയും സ്കൂട്ടറിൽ പോകുന്നുണ്ട്. അവർ പോകുന്ന വഴിയിൽ ഒരാള് വഴിയിൽ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അവര് ആംബുലൻസിനെ കോൾ ചെയ്യുന്നുണ്ട്. ആംബുലൻസ് വന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതി നോക്കാം.
എ മദർ ആൻഡ് ഹർ ഡോട്ടർ were traveling on a scooter. ഒരു അമ്മയും കുട്ടിയും സ്കൂട്ടറിൽ ഇങ്ങനെ യാത്ര പോവുകയായിരുന്നു. A boy fell down from his bicycle. The mother stopped the scooter to help him. ഒരു ബോയ് അവിടെ സൈക്കിളിൽ നിന്ന് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ദ മദർ ആൻഡ് ഹർ ഡോട്ടർ ഹെൽപ് ദ ഇഞ്ചറി ബോയ്. അവര് ആ അമ്മയും കുട്ടിയും ആ ഇഞ്ചറി പറ്റിയിട്ടുള്ള ആളെ സഹായിക്കാണ്. എന്നിട്ട് അവർ ആംബുലൻസിനെ വിളിക്കുകയാണ്. ആൻഡ് ആംബുലൻസ് കെയിം ആൻഡ് ടുക്ക് ദി ബോയ് ടു ദി ഹോസ്പിറ്റൽ. അങ്ങനെ ആംബുലൻസ് വന്നിട്ട് ആ പറ്റിയിട്ടുള്ള ആളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വേർഡ് പസിൽ ആണ്. കംപ്ലീറ്റ് ദ വേർഡ് പസിൽ. ലുക്ക് അറ്റ് ദ ഹിന്റ്സ് ഗിവൺ ബിലോ. വൺ ഈസ് ഡൺ ഫോർ യു. താഴെ തന്നിട്ടുള്ള സൂചനകൾ നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. ഏതാണ് എഴുതി തന്നിട്ടുള്ളത്? എമർജൻസി. എമർജൻസി നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഹിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡൗൺ, താഴേക്ക് എഴുതി കൊടുക്കേണ്ടത് ഏതൊക്കെയാണ്? പീപ്പിൾ ഹൂ ഫൈറ്റ്സ് ഫയേഴ്സ്. തീയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരാണ്? ഫയർമാൻ. ദ ക്വാളിറ്റി ഓഫ് ബീങ് ഫിയർലെസ്. പേടിയില്ലാത്ത ആൾക്ക് എന്താണ് പറയുക? കറേജ്. ടു ആസ്ക് ഹംബ്ലി ഫോർ സംതിങ്. താഴ്മയോടെ ഒരു കാര്യം ചോദിക്കുന്നതിന് എന്താണ് പറയുക? ബെഗ്. ടു കംഫോർട്ട് സംവൺ. ഒരാളെ സമാധാനിക്കുന്നതിന് കൺസോൾ ചെയ്യാന്നാണ് പറയുക. കൺസോൾ. ഇനി അക്രോസിൽ നേരെ എഴുതേണ്ടത് ഏതൊക്കെയാണ്? ആൻ അർജന്റ് സിറ്റുവേഷൻ, എമർജൻസി. ഇത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി ഫോറിൻ കൺട്രി. ഫോറിൻ കൺട്രീനെ പറ്റി നമ്മൾ എന്താണ് പറയുക? എബ്രോഡ് എന്നാണ്. വിദേശത്ത് എന്നുള്ള മീനിങ് ആണ് വരുന്നത് അല്ലെ? എബ്രോഡ്. സോ ഫ്രണ്ട്സ്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ആക്ടിവിറ്റീസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. സോ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതും പോയി കാണുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.